ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കിച്ചൺ ടിപ്സാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും മീൻ വറക്കാറുണ്ടല്ലേ. അപ്പോൾ മീൻ വറക്കുമ്പം ആ സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മീൻ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിത് കുറച്ചധികം മീനൊക്കെ കിട്ടുവാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ പൊരിക്കാറില്ല, അല്ലെങ്കിൽ മീൻ വറക്കാറില്ല അല്ലേ. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ. അപ്പം ഒഴുകയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളുടെ നത്തോലി എന്ന് പറയും. നല്ല ടേസ്റ്റാണ്, നമുക്ക് നല്ല ഹെൽത്തിയുമാണ് നത്തോലി കഴിക്കുക എന്നുള്ളത്. അപ്പം കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ അതിനകത്ത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മിൽമയുടെ പാലിൻ്റെ കവറാണ് കേട്ടോ. അപ്പം പാൽ എല്ലാവരും തന്നെ വാങ്ങിക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലേ ഈ കവറ്. അപ്പോൾ അത് ഞാനിത് ഇതുപോലെ ഒന്ന് അതിൻ്റെ രണ്ട് വശവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടതൊരു നമ്മൾ മീൻ സ്റ്റോർ ചെയ്യാൻ വെക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആ കവർ അങ്ങ് വെച്ച് കൊടുക്കാവേ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മളുടെ മീൻ അങ്ങ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ ഈ നത്തോലി വെക്കുന്നവർക്കറിയാം, അതങ്ങ് സ്റ്റോർ ആയി കഴിയുമ്പോൾ നന്നായിട്ട് ഫ്രീസായി പോയി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വറക്കാനായിട്ട് കുറേ അധികം സമയം വേണ്ടി വരും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അതൊന്ന് വിട്ട് കിട്ടുകയില്ല അല്ലേ, നന്നായിട്ട് അങ്ങ് തണുത്ത് ഉറഞ്ഞു പോവുകയാണെങ്കിൽ. ആ ഒരു സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. നിങ്ങൾക്കിത് നമ്മളുടെ വലിയ മീനാണെങ്കിൽ അയലയാണെങ്കിലോ അല്ലെങ്കിൽ ചൂരമീനാണെങ്കിലോ എന്ത് തന്നെയാണെങ്കിലും വറക്കാനായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ആ ഒരു കവറും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മീൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമുക്ക് ലെയറായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേഗത്തിൽ അത് എടുക്കാനായിട്ടും സാധിക്കും. നമുക്ക് വേഗത്തിൽ മീൻ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പം വീട്ടമ്മമാർക്കൊക്കെ നല്ല രീതിയിൽ ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു മിൽമയുടെ കവറ് നിങ്ങൾക്ക് ഹെൽത്തി എല്ലാം തോന്നുവാണെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ഫോയിൽ പേപ്പറുകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും. ആ ഫോയിൽ പേപ്പറുകൾ വെച്ചും നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. മിൽമയുടെ കവറാകുമ്പോൾ നമ്മളുടെ വീടുകളിൽ എല്ലാവരുടെയും വീടുകളിൽ കാണും. അപ്പം യാതൊരു കുഴപ്പവും, ഞാനിങ്ങനെ ചെയ്യാറുണ്ട്, എനിക്കിതുവരെ ഒന്നും പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. നല്ലൊരു ടിപ്പാണ്, ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഞാനിനി ഇതുപോലൊരു കവർ വെച്ചിട്ടങ്ങ് ഒന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നന്നായിട്ട് എയറൊന്നും കയറാതെ നല്ല രീതിയിൽ നമുക്കിതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചും സാധിക്കും ചെയ്യാനായിട്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വെച്ച് കൊടുക്കാം. മീൻ നമ്മൾ ആദ്യം കാണിച്ചതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അങ്ങനെയും നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കാം ഫ്രിഡ്ജിലേക്ക്. ഇതുപോലെ ആവും കേട്ടോ. നന്നായിട്ട് ഫ്രീസായി നല്ല രീതിയിൽ ഐസൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ആ മീനിൻ്റെ ഫ്രഷ്നെസ്സും പോകത്തില്ല. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എത്ര ദിവസം കഴിഞ്ഞാലും നമുക്കിതുപോലെ നല്ല ഫ്രഷായിട്ട് വറുത്തെടുക്കാനായിട്ട് സാധിക്കും. നല്ലൊരു ടിപ്പാണ്, ട്രൈ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു നല്ല ടിപ്പുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.